ഇന്ത്യയിലെ ഏറ്റവും ഉന്നത അന്വേഷണ ഏജൻസിയായ CBI വീണ്ടും ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ കേന്ദ്ര ബിന്ദു ആകുന്നു. പുതിയ ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഉന്നതാധികാര സമിതി യോഗം ദില്ലിയിൽ ചേർന്ന സമയം അവിടെ അരങ്ങേറിയത് അസാധാരണമായ നാടകീയ രംഗങ്ങളാണ്. പ്രതിപക്ഷ നേതാവ് ഒരു റബ്ബർ സ്റ്റാമ്പ് അല്ല എന്ന ശക്തമായ പ്രഖ്യാപനവുമായി ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്ക് ഒരു വിയോജനക്കുറിപ്പ് നൽകിയിരുന്നു. അദ്ദേഹം അത് എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. CBIയുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടാവുന്ന സാഹചര്യത്തിൽ ഭരണഘടനാപരമായ ഈ നിയമന പ്രക്രിയ വെറും ഒരു പ്രഹസനമായി മാറുന്നു എന്ന വിമർശനം ശക്തമാണ്. പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, പ്രതിപക്ഷ നേതാവ് എന്നിവരാണ് പ്രധാന അംഗങ്ങൾ. എന്നാൽ യോഗ്യരായ ഉദ്യോഗസ്ഥരുടെ സെൽഫ് അപ്രസൽ റിപ്പോർട്ടുകളോ നിർണായകമായ 360 ഡിഗ്രി പരിശോധന റിപ്പോർട്ടുകളോ പ്രതിപക്ഷ നേതാവിന് മുൻകൂട്ടി നൽകാതെ വിവരങ്ങൾ മറച്ചുവെച്ചു എന്നതാണ് പ്രധാന ആരോപണം. 69ഓളം ഉദ്യോഗസ്ഥരുടെ പട്ടിക യോഗം ചേരുന്ന സമയത്ത് മാത്രമാണ് തനിക്ക് കൈമാറിയത് എന്നും നിഷ്പക്ഷമായ ഈ വിലയിരുത്തൽ അസാധ്യമാണ് എന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നു. തങ്ങൾക്ക് താല്പര്യമുള്ള ഉദ്യോഗസ്ഥനെ പ്രതിഷ്ഠിക്കാൻ സർക്കാർ നിയമന പ്രക്രിയയെ വെറും ഒരു ഔദ്യോഗിക ചടങ്ങ് മാത്രമായി മാറ്റുകയാണ് എന്നും കത്തിൽ ആരോപിക്കുന്നു. ഇതാദ്യമായല്ല CBI ഡയറക്ടർ നിയമനത്തിൽ പ്രതിപക്ഷം വിയോജിക്കുന്നത്. 2025 മെയ് മാസത്തിൽ സമാനമായ രീതിയിൽ ഒരു വിയോജനക്കുറിപ്പ് അദ്ദേഹം നൽകിയിരുന്നു. രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ സർക്കാർ CBIയെ ചട്ടമാക്കുന്നു എന്ന ആക്ഷേപം ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ നടപടികൾ. സുപ്രീം കോടതി ഉത്തരവുകൾ പ്രകാരം നിയമനം സുതാര്യമായിരിക്കണം എന്നിരിക്കെ വിവരങ്ങൾ നിഷേധിക്കുന്നത് നിയമപരമായ ബാധ്യതകളുടെ ലംഘനമാണ് എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കാനുള്ള ശ്രമം എന്നാണ് ഇതിനെ പ്രതിപക്ഷം വിശേഷിപ്പിക്കുന്നത്. അന്വേഷണ ഏജൻസികൾക്ക് രാഷ്ട്രീയ അതീതമായ സ്വഭാവം ഉറപ്പിക്കാനാണ് ചീഫ് ജസ്റ്റിസിനെയും പ്രതിപക്ഷ നേതാവിനെയും ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം ഈ 3 അംഗ സമിതിയുടെ ശുപാർശ അനിവാര്യമാണ്. എന്നാൽ ഭൂരിപക്ഷത്തിന്റെ പേരിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദം അവഗണിക്കപ്പെടുമ്പോൾ അത് ജനാധിപത്യപരമായ സന്തുലിതാവസ്ഥയെ തകർക്കുന്നു. ഭരണകൂടത്തിന് വിനീത വിധേയമായി നിൽക്കുന്ന ഒരാളെ തലപ്പത്ത് കൊണ്ടുവരുന്നതിനുള്ള ഏജൻസിയെ രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്യുന്നതിനുമാണ് ഈ കാര്യങ്ങളെല്ലാം സൂചന വെക്കുന്നത്. CBIയുടെ വിശ്വസ്തത ജനമധ്യത്തിൽ പൂർണ്ണമായും തകർക്കുന്ന ഇത്തരം നീക്കങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ ആരോഗ്യകരമായ നിലനിൽപ്പിന് വലിയൊരു ഭീഷണി കൂടിയാണ്. Way2Nikah.com, the exclusive Muslim matrimonial site.